Hi all. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫൈൻഡ് വെദർ ദ ഫോളോയിങ് സിസ്റ്റംസ് ആർ ഡൈനാമിക് ഓർ നോ. കുറച്ച് സിസ്റ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഡൈനാമിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിയറി ഓൾറെഡി പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. 3 സിസ്റ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ സിസ്റ്റംസും ഡൈനാമിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ y of t equal to x of t minus 2. അപ്പോൾ ഈ സിസ്റ്റത്തിൽ y of t ആണ് ഔട്ട്പുട്ട്, x of t ആണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. പാസ്റ്റ് എന്ന് പറയാൻ കാരണം x of t minus 2. y of t equal to x of t എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ x square of t അല്ലെങ്കിൽ ആ ടേംസിൻ്റെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, പ്രസൻറ്റ് ഔട്ട്പുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി t minus 2, t minus 3, t minus 4 അങ്ങനത്തെ റിലേഷൻസ് ആണെങ്കിൽ അത് പാസ്റ്റ് ഇൻപുട്ട്സ് ആണ്. പിന്നെ t plus 2 plus 3 അങ്ങനത്തെ റിലേഷൻസ് ആണെങ്കിൽ അത് ഫ്യൂച്ചർ ഇൻപുട്ട്സ് എന്നാണ് നമ്മൾ പറയുക, അതായത് വരാൻ പോകുന്നതാണ്. ഇപ്പോൾ t minus 2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ പാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഇൻപുട്ടാണ്. സോ ഇവിടെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ, അപ്പോൾ റീസൺ അടക്കം എഴുതണം. ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ past value of input. Therefore, the given system is dynamic. അപ്പോൾ ഡൈനാമിക് ആവണമെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് ഔട്ട്പുട്ട് പാസ്റ്റ് ഇൻപുട്ടിനെയോ ഫ്യൂച്ചർ ഇൻപുട്ടിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ അതിനെ ഡൈനാമിക് എന്ന് പറയും. ഇനി സെക്കൻഡ് വൺ നോക്കുക. y of n ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണ്, x of n plus 2. അപ്പോൾ ഇവിടെയും ഔട്ട്പുട്ട് പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. n plus 2 അല്ലേ, അപ്പോൾ അത് ഫ്യൂച്ചർ ഇൻപുട്ടാണ്. therefore present output depends on future value of input. Hence given system is again dynamic. അപ്പം സെക്കൻഡ് സിസ്റ്റവും ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. ഡിസ്ക്രീറ്റ് ടൈമിലാന്ന് മാത്രം. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ടൈം ആയിരുന്നു, x of t എന്നാണ് തന്നിരിക്കുന്നത്. ഇനി തേർഡ് വൺ നോക്കാം. y of t equal to x square of t. ഇവിടെ y of t ആണ്, x of t ആണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റമാണ്. ഇവിടെ പ്രസൻറ്റ് ഔട്ട്പുട്ട് y of t എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. x of t അല്ലെങ്കിൽ x square of t എന്ന് പറഞ്ഞാൽ എന്താ, x of t ഇൻറ്റു x of t ആണ്. അപ്പോൾ പ്രസൻറ്റ് ഔട്ട്പുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രസൻറ്റ് ഔട്ട്പുട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസൻറ്റ് ഇൻപുട്ട്. ഹെൻസ് ദ ഗിവൻ സിസ്റ്റം ഈസ് അപ്പം അങ്ങനത്തെ സിസ്റ്റത്തിനെ നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റിക് എന്ന് പറയും. ഹെൻസ് ദ സിസ്റ്റം ഈസ് സ്റ്റാറ്റിക്. അപ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റം ഡൈനാമിക് അല്ല, സ്റ്റാറ്റിക് സിസ്റ്റമാണ്. സ്റ്റാറ്റിക് സിസ്റ്റത്തിനാണെങ്കിൽ പ്രസൻറ്റ് ഔട്ട്പുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, ഫ്യൂച്ചറിനെയോ പാസ്റ്റിനെയോ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്ന 3 സിസ്റ്റത്തിൽ ലാസ്റ്റ് വൺ മാത്രമാണ് സ്റ്റാറ്റിക് സിസ്റ്റം, ബാക്കിയെല്ലാം ഡൈനാമിക് സിസ്റ്റംസ് ആണ്. ഇതായിരുന്നു ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം. ഡൈനാമിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതേ മോഡൽ മീൻസ് ഇതേപോലത്തെ തന്നെ വേറെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം നമ്മൾ പഠിച്ചതിൽ അടുത്ത സെറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം.